സെൽഫ് ലവ് ജേണിയിലെത്തും മുന്നേ നോ പറയണത് എൻ്റെ ലൈഫ് ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ആരെന്ത് ചോദിച്ചാലും യെസ്, എനിക്ക് പറ്റാണ്ടായാലും യെസ്, അതായിരുന്നു ഒരു നല്ല പെൺകുട്ടിയുടെ റോൾ. സാക്രിഫൈസ് ആൻഡ് സ്റ്റേ സൈലൻറ്റ്, ഇതാണ് സ്നേഹം എന്നാണ് ഞാൻ പഠിച്ചു വെച്ചത്. ഫൈനലി ഞാൻ നോ പറയാൻ തുടങ്ങിയപ്പോൾ അതൊരു ഫ്രീഡം ആയിട്ടല്ല എനിക്ക് തോന്നിയത്, ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയത്. യൂഷ്വലി സെൽഫ് ലവ് ജേണി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്ലാമറസ് ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ മൈൻഡിൽ വരിക. രാവിലെ നേരത്തെ എണീക്കുന്നു, പാട്ടൊക്കെ കേട്ട് ചിരിച്ച് ഡാൻസൊക്കെ കളിച്ച് എല്ലാ പണികളും തീർക്കുന്നു, അതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം നോക്കാനും ടൈം കണ്ടെത്തുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഒരു ട്രോമാറ്റിക് ലൈഫ് കഴിഞ്ഞിട്ട് സെൽഫ് ലവ് ജേണിയിലേക്ക് വരുന്ന ആളുടെ അവസ്ഥ അങ്ങനെയല്ല. ഇറ്റ് ഈസ് മെസ്സി ആൻഡ് കൺഫ്യൂസിങ്. ആദ്യമായിട്ട് ഒരാളോട് നോ പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ എന്തിനു നോ പറഞ്ഞു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫീലിംഗ് ആണ് വന്നത്. അവർക്ക് വിഷമാവോ, അവരെന്നെ തെറ്റിദ്ധരിക്കോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു. ഒബ്വിയസ്ലി എൻ്റെ നോ പറയാനുള്ള ഹെസിറ്റേഷൻ അവർക്ക് കാണാം. അപ്പോൾ ഈ ആളൊന്ന് കുറച്ചും കൂടെ ഫോഴ്സ് ചെയ്താലോ, ഒന്ന് ഗിൽറ്റ് ഫീൽ ചെയ്യിച്ചാലോ ആൾ പെട്ടെന്ന് സമ്മതിച്ചോളും എന്ന് അവർക്കും തോന്നും. സോ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. എൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയാൽ ലൈഫിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ബിഗിനിങ്ങിലൊക്കെ ഫുൾ ഗിൽറ്റ് ആൻഡ് ഓവർ തിങ്കിങ് നിറഞ്ഞൊരു ടൈമായിരുന്നു. തെറാപ്പിക്ക് പോവൽ, എഫർമേഷൻസ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെയാണ് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയില്ല, വല്ലാണ്ടൊക്കെ എന്നെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാനൊന്ന് പതറും. പക്ഷേ ഓരോ ടൈം നോ പറയുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ഈസി ആയിട്ട് വന്നു. ഇപ്പോൾ ആദ്യത്തെ പോലെ നോ പറയുമ്പോൾ കുറ്റബോധം കാര്യങ്ങളൊന്നും വരില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ നോ പറയണത് എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കും നോ പറയണത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിൽ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യു. തർക്കിക്കാൻ നിൽക്കണതിന് പകരം ആ പറയണത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, സമാധാനം ഉണ്ടാകുമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ എവറി ടൈം നമ്മൾ പറ്റാണ്ടായിട്ടും ഓരോന്ന് ചെയ്ത് കാണിക്കുമ്പോൾ അവർ നമ്മുടെ സാക്രിഫൈസ് അല്ല അവിടെ കാണാം. അവർക്ക് ആവശ്യം വരുമ്പോൾ യൂസാക്കാൻ ഒരാൾ, അത്രേ ഉണ്ടാവുള്ളൂ. ടൈം എടുക്കും, പ്രാക്ടീസ് ചെയ്യണം, ക്ഷമ വേണം, കറേജും വേണം. ഒരുപാട് നാളത്തെ ഒരു ശീലമാണ് നമ്മൾ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും. സോ ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തൊരു മസിൽ ബിൽഡ് ചെയ്യണ പോലെ തന്നെയാണ് ഇതും. സോ ലെറ്റ്സ് ബിൽഡ് ഇറ്റ് ടുഗെദർ. നോ പറയാനുള്ള നിങ്ങളുടെ സ്ട്രഗിൾസും അതുപോലെ ഇത് ഈസി ആകാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ലെറ്റ്സ് ലേൺ ടു ലിവ്, നോട്ട് ജസ്റ്റ് സർവൈവ്.